സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2. എൻ്റെ അച്ഛൻ ബുദ്ധിമുട്ടി നട്ടലൊടിച്ച് പണിയെടുത്ത് പേരുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ്. ഞാൻ കഴിച്ച ഓരോ മീലും അതിലൂടെ വന്നതാണ്. സിനിമ ഒരിക്കലും എനിക്കൊരു മോഹമോ ആഗ്രഹമോ അല്ല. ലവ്ഡ് ബൈ ഓൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമല്ല. ലവ്ഡ് ബൈ ഓൾ ആയിരുന്നെങ്കിൽ അത് 100% ആവണം. അച്ഛനെ പറ്റി വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട്, അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇൻ ദിസ് ഡേ ആൻഡ് ഏജ് സോഷ്യൽ മീഡിയ ആണ്. പലർക്കും മുഖംമൂടി ഇട്ട് ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ആരെ പറ്റി എന്തും പറയാൻ പറ്റുന്ന ഒരു കാലമാണ്. എൻ്റെ അച്ഛനെ പറ്റി പറയുന്നത് കേൾക്കുന്നത് ഞാൻ കുഞ്ഞിലോട്ട് കേൾക്കുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ ഒരു ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗോട്ട് റിയലി വൾഗർ അറ്റ് എ പോയിന്റ്. വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയും പെങ്ങന്മാരെയും പറ്റി പറയാൻ തുടങ്ങി. എൻ്റെ വീട്ടിലോട്ടെത്തിയ അന്നമായിരുന്നു സിനിമ. എൻ്റെ അച്ഛൻ ബുദ്ധിമുട്ടി നട്ടലൊടിച്ച് പണിയെടുത്ത് പേരുണ്ടാക്കിയ ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഞാൻ കഴിച്ച ഓരോ മീലും അതിലൂടെ വന്നതാണ്. ആ പ്രൊഫഷനോട് എനിക്ക് ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്, അഡ്മിറേഷൻ ഉണ്ട്. എൻ്റെ അച്ഛൻ ആക്റ്റീവ്ലി ചെയ്യുന്ന വർക്ക് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിൻ്റെ ഒരു ബഹുമാനം എനിക്കുണ്ട്. സിനിമ ഒരിക്കലും എനിക്കൊരു മോഹമോ ആഗ്രഹമോ അല്ലായിരുന്നു, ഒരു സ്വപ്നമല്ലായിരുന്നു. ഞാനൊരു 2019 തൊട്ട് എനിക്ക് പല ഓപ്പർച്യൂണിറ്റീസ് സ്ക്രിപ്റ്റ്സിൻ്റെ ഫോമിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ റെഡി അല്ലായിരുന്നു. 2020 എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ബിസിനസ് മാനേജ്മെൻറ്റാണ് പഠിച്ചത്. എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു JSK പോലൊരു പ്രോജക്റ്റ് വന്നത്. അതിൽ അതിൻ്റെ കാസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും ആൻഡ് എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നി. അതായിരുന്നു സിനിമയിലോട്ട് കാലെടുത്ത് വെക്കാനുള്ള എൻ്റെ തീരുമാനം. ദാറ്റ് വാസ് ദ മെയിൻ റീസൺ. JSK കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് വെച്ചായിരുന്നു കുമ്മാട്ടിക്കളി എന്നുള്ള പ്രോജക്റ്റ് എനിക്ക് വന്നത്. എഗൈൻ അതേപോലെ വേറൊരു ഡയമെൻഷനിൽ എനിക്കത് എഗൈൻ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഒരു ലീഡ് ക്യാരക്ടറിൻ്റെ പ്രോമിനൻസ് ഉള്ള റോളാണ് കുമ്മാട്ടിക്കളിയിൽ വന്നിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് 4 ബോയ്സിൻ്റെ സ്റ്റോറിയാണ്, എൻ്റെ മാത്രം സ്റ്റോറി അല്ല. ഞാൻ ഫസ്റ്റ് കുമ്മാട്ടിക്കളിയെ പറ്റി കേൾക്കുമ്പോൾ ആലോചിക്കുന്നത് ഞാൻ ഡെന്നിസിൻ്റെ ക്യാരക്ടർ, ഞാൻ പോർട്രേ ചെയ്ത ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു ആലോചിച്ചത്. എത്രമാത്രം മാധവ് സുരേഷിനെ ഡെന്നിസിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഒരു സീസൺഡ് ആക്ടർ അല്ല, ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു നാച്ചുറലി എനിക്ക് കുറേ കൂടി ഈ വർക്ക് ഈസിയർ ആക്കാൻ പോകുന്നത് എനിക്ക് റിലേറ്റബിൾ ആയ ഒരു ക്യാരക്ടർ പോർട്രേ ചെയ്യുകയാണ്. ഡെന്നിസിലെ ഒരു 60% എനിക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നി. ബാക്കി 40% വിൻസെന്റ് സാർ പറഞ്ഞ പോലെയുള്ള ഡെന്നിസ്, വിൻസെന്റ് സാർ എഴുതി വെച്ചിട്ടുള്ള ഡെന്നിസ്. ശരിക്കും ഈ മാധുനി അച്ഛൻ്റെ റെഫറൻസുകളൊക്കെ സിനിമയിൽ വരുമ്പോൾ ഗൂഗിള് എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. റെഫറൻസുകൾ വരുമ്പോൾ ചെറിയ രീതിയിൽ ഈ സൈഡിൽ ടെൻഷൻ ഉണ്ടാവും, അതേ സൈഡിൽ ആളുകൾ അത് നന്നായിട്ട് എടുക്കുമ്പോഴത്തേക്കും ഉള്ളൊരു സന്തോഷം ഉണ്ടാവും. ഇതിലും റെഫറൻസുകൾ ഉണ്ടായിരുന്നു, നമ്മൾ ട്രെയിലർ കണ്ട ഐയുടെ റെഫറൻസ്. അപ്പോൾ എങ്ങനെയാ റെഫറൻസ് ചെയ്യുമ്പോഴത്തേക്കും ഉള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും? അത് ഓക്കെ, സോ ഇതിന് ടു ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഓവർ ഹിയർ. എൻ്റെ ചേട്ടൻ സംസാരിക്കുന്നത് ഒരു രീതിയിൽ ഫോഴ്സ്ഡ് ആയിട്ട്. ഇപ്പോൾ ആൾക്കാർക്ക് തീർച്ചയായും താല്പര്യമായിരിക്കും ഒരു സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാറിൻ്റെ ബ്ലഡിലുള്ള ഒരാൾ വന്ന് അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഓർ ഒരു മൊമെന്റ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഒരു വ്യൂവർ എന്നുള്ള നിലയിൽ കാലങ്ങളായിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്ത് ഒരാളുടെ ഒരു ഫാനായിട്ട് വരുമ്പോഴത്തേക്ക് അത് വീണ്ടും വേറൊരാളുടെ രൂപത്തിൽ അതിൻ്റെ സിമിലാരിറ്റീസ് കാണുമ്പോൾ ഒരു സന്തോഷം വരും. പല സിനിമയിലും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട്, എസ്പെഷ്യലി ഫോർ സൂപ്പർ സ്റ്റാർസോ ലൈക്ക് ആക്ടേഴ്സിന്റെ പിള്ളേർക്കോ അവരുടെ ക്ലോസ് ഫാമിലിക്കോ വരുമ്പോഴത്തേക്കും അങ്ങനെ കുറെ സിമിലാരിറ്റീസ് ഫോഴ്സ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇപ്പൊ കുമ്മാട്ടിക്കളിയിൽ വന്നിരിക്കുന്ന റെഫറൻസിനെ പറ്റി പറഞ്ഞ എനിക്ക് എന്തെന്ന് മനസ്സിലായി. അതെ, അത് വളരെ ഓണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതൊരു പ്ലാൻഡ് ഡയലോഗ് അല്ലായിരുന്നു. വിൻസെന്റ് സാർ വർക്ക് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ സാർ നമുക്കൊരു ഫ്രെയിം വർക്ക് വരും. എന്താണ് സീനിന്റെ ഉദ്ദേശം, എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്, ആ ഒരു ഫ്രെയിം വർക്കിനുള്ളിൽ നമ്മൾ ആ ക്യാരക്ടറൈസേഷനുള്ളിൽ പഠിച്ചിട്ടുള്ള അവർ സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് എങ്ങനെയാണ്, ഒരു മാനറിസം എങ്ങനെയാണ്, ഇതിൻ്റെയും ഒരു ബ്ലെൻഡ് എന്ന് വിളിക്കാം. ഇത് യൂസ് ചെയ്ത് നമ്മൾ ആ സീനിന് കോണ്ടെക്സ്റ്റിനും സെൻസ് വരുന്ന രീതിയിൽ നമ്മുടെ ഫ്രീ ഡയലോഗ്സ് ആയിരുന്നു പല സീനിനും തന്നിട്ടുള്ളത്. അതേപോലെ ആ സീനിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഒരു റൊമാൻറ്റിക് മൊമെന്റിന്റെ കാര്യം ഇരുന്ന് ഞാൻ സംസാരിക്കുന്നതാണ്. അത് ഇവിടെ പോർട്രേ ചെയ്യുമ്പോഴത്തേക്കും അവര് കൂടെ ഇരുന്ന് കേൾക്കുന്നത് അസീസിക്കാണ് ചോദിക്കുന്നത് അവിടെ ഇതെന്താ റൊമാൻസോ അങ്ങനെ എന്തോ അല്ലേ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഞാൻ മാക്സിമം എന്റെ രീതിയിൽ വീരവാദം പോലെ കയറ്റി വിടുന്നതാണ്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റില് ആ ഡയലോഗിന് ഒരുപാട് പ്രസക്തി ഉണ്ടായിരുന്നു. അത് ഞാൻ സുരേഷ് ഗോപിയുടെ മകനായോണ്ട് പറഞ്ഞതല്ല. ആ ഒരു ഡയലോഗ് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഡയലോഗാണ്. എന്റെ മനസ്സിൽ വളരെ നാച്ചുറൽ ആയിട്ട് മൊമെന്റിൽ വന്നൊരു ഡയലോഗായിരുന്നു.
അത് പറഞ്ഞു, സാറ് ഡയറക്ടറാണ്, സാറിന് അത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് സിനിമയിൽ അത് യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഈ ശരിക്കും ഈ കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിൾ ഫാക്ടർ ഉണ്ടല്ലോ അതിനകത്ത്. കാരണം ഈ സുരേഷ് ഏട്ടൻ ഈസ് എ പേഴ്സൺ ഹു ലവ്ഡ് ബൈ എവ്രി വൺ. ഈ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റാറുകളിൽ ഒരാളാണ്. ഇപ്പോഴും ഈ ആൾ ടി വിയിൽ വരുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഈ പഴയ സിനിമകളിലൊക്കെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അടുത്ത ഗരുഡൻ പോലും അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. ആ ലവിൻ്റെ ഒരു മറ്റേ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടല്ലോ, അത് നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി. ഇപ്പോൾ അച്ഛനെ പറ്റി തന്നെ ആണെങ്കിലും ലവ്ഡ് ബൈ ഓൾ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഞാൻ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമല്ല. ലവ്ഡ് ബൈ ഓൾ ആയിരുന്നെങ്കിൽ അത് 100% ആവണം. അച്ഛനെ പറ്റി വിമർശിക്കുന്ന ആൾക്കാരും ഉണ്ട്, അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അതേപോലെ തന്നെ ആ റെസ്പോൺസിബിലിറ്റി ഹോൾഡ് ചെയ്യുക എന്നുള്ളത് എനിക്ക് എൻ്റെ അച്ഛനോടുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതേസമയത്ത് ഞാൻ പരമാവധി എത്ര ശ്രമിച്ചാലും എൻ്റെ തെറ്റ് നോക്കിയിരിക്കുന്ന ആൾക്കാരും കാണും. ഇനി ഞാൻ തെറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ, ഒരു നോർമൽ ഹ്യൂമൻ ബീങ് പെർസ്പെക്റ്റീവ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ അതിനെയും കുറ്റം പറയാൻ നടക്കുന്നത്, ഞാൻ ഫേക്ക് ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും കാണും. മറ്റൊരാളുടെ പേഴ്സ്പെക്റ്റീവും വേറൊരു ഹ്യൂമൻ ബീങ്ങിന്റെ പേഴ്സ്പെക്റ്റീവും നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് അവരുടേതായ ചിന്താഗതിയും അവരുടേതായ വളർത്തു ഗുണങ്ങളും ദോഷങ്ങളും കാരണം അവർ ചിന്തിക്കുന്ന രീതിയാണ്. അപ്പോൾ സംതിങ് ലൈക്ക് ദാറ്റ് ഇസ് വെരി സബ്ജക്റ്റീവ്. എനിക്ക് എൻ്റെ പേഴ്സ്പെക്റ്റീവിലും എൻ്റെ വാല്യൂസും വെച്ച് എത്രമാത്രം ആ ഒരു ലവ് ഓർ റെസ്പെക്ട് അപ്ഹോൾഡ് ചെയ്യാം, അതെനിക്ക് മാക്സിമം ചെയ്യാനേ പറ്റത്തുള്ളൂ. വേറൊരാൾ അതിനെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഇൻ ദിസ് ഡേ ആൻഡ് ഏജ് സോഷ്യൽ മീഡിയ ആണ്. പലർക്കും മുഖംമൂടി ഇട്ട് ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ആരെ പറ്റി എന്തും പറയാൻ പറ്റുന്ന ഒരു കാലമാണ്. അപ്പൊ അതിനൊരു കുറവ് ഒരിക്കലും വരത്തില്ല. ഇത് ബോദർ ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലൊക്കെ? ബോദർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും. അതും എൻ്റെ അച്ഛനൊരു പബ്ലിക് ഫിഗറാണ്. എൻ്റെ അച്ഛനെ പറ്റി പറയുന്നത് കേൾക്കുന്നത് ഞാൻ കുഞ്ഞിലോട്ട് കേൾക്കുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരുടെ ഒരു ലെവൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഗോട്ട് റിയലി വൾഗർ അറ്റ് എ പോയിന്റ്. വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയും പെങ്ങന്മാരെയും പറ്റി പറയാൻ തുടങ്ങി. അത് എന്നെ ഒരു പോയിന്റ് വരെ നല്ല രീതിയിൽ ബോദർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ റിയലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒരു പട്ടി കുറയ്ക്കും നമ്മൾ കൂടെ ഇരുന്ന് കുറയ്ക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരുത്തർക്ക് അവരുടെയും കൂടുതലുകളും കുറവുകളും ഉണ്ട്. ഇങ്ങനെ മുഖംമൂടിയിട്ട ആൾക്കാരെ പറ്റി കുറ്റം പറയാൻ വേണ്ടി മാത്രം നടക്കുന്ന ആൾക്കാർ അവരുടെ കുറവുകളാണ് അവിടെ പോർട്രേ ചെയ്യുന്നത്. അത് എൻ്റെ ക്യാരക്ടറിന്റെ ഒരു കമ്പാരിസൺ അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് മൈ ക്യാരക്ടർ ദാറ്റ്സ് ബീങ് പോർട്രേഡ് ഓവർ ദാറ്റ്, ഇറ്റ്സ് ദാസ്. അവർക്ക് വേറൊരാളെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമുണ്ട്. അവരതിന് പകരം അവരുടെ സ്വന്തം ലൈഫിൽ ഫോക്കസ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാവും. അത് ചെയ്യാൻ താല്പര്യമില്ല, മറ്റുള്ളവരെ പറ്റി സംസാരിക്കുന്ന അവരുടെ ചോയ്സ് എങ്കിൽ ഇറ്റ്സ് ദ മിസ്റ്റേക്ക്. ഞാൻ അതിന് എഫക്റ്റഡ് ആയാൽ തീർച്ചയായിട്ടും എഫക്റ്റഡ് ആയി എനിക്ക് എൻ്റെ ടൈമും വേസ്റ്റ് ചെയ്യാം. അല്ലാതെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കി ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്താൽ ഞാനും പ്രോഗ്രസ് ചെയ്യും. സോ അതും ഡാഡി കൂളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴായിരുന്നു, ഇത് പലർക്കും അറിയത്തില്ല, ഡാഡി കൂളിൻ്റെ ഫൈനൽ ചോയ്സിൽ വന്നത് ഞാനും അവനായിരുന്നു. ഇവിടത്തെ ഞാൻ ധനഞ്ജയായിരുന്നു ചൂസ് ചെയ്തത്. ആൻഡ് എനിക്ക് അന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ആക്ടിങ് ഒരു ഡ്രീം അല്ലായിരുന്നു ഒരിക്കലും. അങ്ങനത്തെ ഒരു ആഗ്രഹവും ഒന്നും എനിക്ക് കുഞ്ഞിലോട്ടേ ഇല്ലായിരുന്നു. ഫുട്ബോൾ ആൻഡ് ഫുട്ബോൾ, ദാറ്റ്സ് ഇറ്റ്. CR7 fan, Manchester United fan, absolutely. So, yeah, to answer your question, no. എനിക്ക് ചൈൽഡ്ഹുഡിലുള്ള ഒരു ആഗ്രഹം അല്ലായിരുന്നു. അഗൈൻ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു 18-19 ആയപ്പോൾ തൊട്ട് എൻ്റെ വഴി വന്ന ഒരു വർക്ക് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അത് ആ സമയത്ത് ഞാൻ റെഡി അല്ലാത്തത് കൊണ്ട് ഐ ടുക്ക് മൈ ടൈം വിത്ത് ഇറ്റ്. 2022 JSK വരുന്നത് സീം ലൈക്ക് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി അറ്റ് ദാറ്റ് ടൈം. അതുകൊണ്ട് ഇപ്പം അത് ഫസ്റ്റ് പടം ഇതാണ് ലിറ്ററലി. സോ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം ഇപ്പോഴേ ചോദിച്ചു തുടങ്ങി എല്ലാവരും. ടെക്നിക്കലി എൻ്റെ ഫസ്റ്റ് പടം JSK ആണ്. ഫസ്റ്റ് സ്ക്രീനിൽ വരാൻ പോകുന്ന പടം കുമ്മാട്ടിക്കളിയാണ്. വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും കൺഫേംഡ് ആയിട്ടോ അനൗൺസ് ചെയ്ത പ്രോജക്ട്സോ ആയിട്ടില്ല. ഞാൻ വെർബലി ഒരു 3 പ്രോജക്ട്സിന് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെതായ പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് അതിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാകുമ്പോൾ വഴി അറിയിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കല്യാണത്തിന് ഒരു ഫോട്ടോ ശരിക്കും ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഒരു സമയത്ത്. കല്യാണത്തിന്, ചേച്ചിയുടെ കല്യാണത്തിന് മാധവ് ഒരു ഫോട്ടോ, ഡിക്കും ചേട്ടനും മാധവും കൂടെ നിൽക്കുന്ന ഫോട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ റാപ്പോ ശരിക്കും ഡിക്കും ഒക്കെ ആയിട്ട് ഈ പറഞ്ഞ ആവശ്യമുണ്ട് സെറ്റിൽ കണ്ടോണ്ട് ഞാൻ ചോദിച്ചാണ്. ഓക്കെ, മനസ്സിലായി. ഞാൻ ചാലുവിൻ്റെ ഒരു ഫാനാണ് മോർ ദാൻ എനിത്തിങ്. ഹി നോസ് ദാറ്റ് ടു. ABCD എന്നൊരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയിട്ടൊരു ഫാനായിട്ടിരുന്ന് കണ്ടതാണ്. ഞാൻ എന്നെ തന്നെ ഇപ്പോൾ മലയാളം സിനിമയിലെ ഒരു ആക്ടറാണ് ഞാനിപ്പോൾ. മലയാളം സിനിമയിലെ പ്രീവിയസ് ആക്ടേഴ്സിന്റെ കുറെ ഇൻസ്പിറേഷൻ നമ്മൾ എടുക്കാൻ നോക്കും. ചാലൂക്കയും രാജുവേട്ടനും അതിൽ എൻ്റെ ലിസ്റ്റിൽ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ ഒരു ആക്ടറായി കഴിഞ്ഞാൽ ഏതൊരു മോഡിലോട്ട് എനിക്ക് വരേണ്ടി വരും. ഇവരുടെ നിന്ന് ഒരുപാട് ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ആൻഡ്
അങ്ങനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഫാൻ ബോയ് ആയിട്ട് എനിക്ക് DQന് മുന്നിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ ചേട്ടനായിട്ട് അദ്ദേഹം കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ again എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ഉള്ളപ്പോഴത്തേക്ക് എന്തെങ്കിലും വിഷസ് ഉണ്ടെങ്കിലോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. പൊതുവേ എനി കോൺവെർസേഷൻ ദാറ്റ് ഗോസ് കാസിനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ പോയാലായി. അല്ലാതെ നമ്മൾ ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല. പക്ഷേ ഐ നോ ഈസ് സമ്മൺ ഹു ലുക്ക് ഔട്ട് ഫോർ മീ. അത്ര എനിക്കറിയാം. വരണാവശ്യമുണ്ട് സെറ്റിൽ എന്തായിരുന്നു ശരിക്കും ഒരു ഫോട്ടോ? ഞാൻ ആക്ച്വലി അച്ഛൻ്റെ ഷൂട്ട് കാണാൻ പോയതായിരുന്നു. ആൻഡ് അഗൈൻ ബീങ് എ DQ ഫാൻ ബോയ്, അവിടെ ചാലുവൊക്കെ വർക്ക് ചെയ്യുന്നു അറിഞ്ഞു. ഇവിടെ ഒരു മീറ്റ് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടി. ആൻഡ് ഐ ടുക്ക് ദാറ്റ്. സോ ഇറ്റ് വാസ് എ കാഷ്വൽ മീറ്റിംഗ്. അത്രേ ഉള്ളൂ. സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ്. ഓരോ ദിവസവും 1 ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ 15 കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും. മൈ ജിയോണം മാസോണം സീസൺ 2.